ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഈ പുറകെ കാണുന്നത് മറ്റേ കറുവാപ്പട്ടയില്ലേ, അതിന്റെ മരമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ ഇല വെച്ചിട്ട് അട ഉണ്ടാക്കാം, ചക്കയട. അപ്പൊ എല്ലാരും വീഡിയോയിലോട്ട് വാ. ഈ ഇല പറിക്കുക അത്ര എളുപ്പമല്ല, നോക്കട്ടെ. അമ്മ, തീരെ ചെറിയ ഇലകളാമ്മ. ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാനാ? കറുവാട ഇല ഭയങ്കര ചെറുതായത് കൊണ്ട് ഏതായാലും വാഴയിലയിൽ അട ഉണ്ടാക്കാന്ന് കരുതി. പിന്നെ കറുവായുടെ മണം കിട്ടാനായിട്ട് നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാവേ. വീഡിയോ ഫുള്ള് കണ്ടു നോക്കണേ. ഇത് കറുവാപ്പട്ട ഇല ഇത് കണ്ടോ, ഇത്ര ചെറുതാ. ഇതിനകത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കണ്ടോ ഇത്രയും ചെറുതാ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് അട ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അടയ്ക്ക് വേണ്ടിട്ട് വേവിക്കുന്ന വെള്ളത്തിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമുണ്ട്, മണം കിട്ടും. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ കേട്ടോ, പുഴു എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. പണ്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഒരു മാങ്ങ വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടാ. ഈ മാങ്ങ കൊണ്ടും മാങ്ങ കൊണ്ടും അട ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ചായ വേണമെന്നില്ല. വെള്ളം ഇല്ലാതല്ലേ വെള്ളം ഒഴിച്ചാൽ കുളുകളായി പോകും. ഈ പരുവം മതിയല്ലോ, ഈ പരുവം മതിയല്ലോ. അപ്പം ഇതിനകത്ത് എന്തോ അമ്മ വേണ്ടത്? ഗോതമ്പ് പൊടിയല്ലേ? എത്ര ഇത് വേണോ അമ്മ? 1/2 കിലോ കണക്കാക്കാൻ ഇതിനകത്ത് എത്ര വേണം? ഇത്ര മതി. ഗോതമ്പ് പൊടിയാണ്. ഉപ്പ് കൈക്കണക്കാണ്. ഉപ്പ്, ചിരകി വെച്ച തേങ്ങ, ജീരകം. ഇത് എന്ത് ജീരകം? നല്ല ജീരകം പൊടിച്ചത്. എനിക്ക് നല്ല ജീരകവും മറ്റേ ജീരകവും തമ്മിൽ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, പേര് പറഞ്ഞറിയത്തില്ല. പിന്നെ ഏലക്കാപ്പൊടി വേണ്ടേ? 2 ഏലക്ക ഇടുമായിരുന്നു. അല്ല വേണ്ട, ചൂട മതിയല്ല. ഇനി പഞ്ചസാര അതിന്റെ കയ്യിലോട്ട് ഇട്ടാ. പഞ്ചസാര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ നല്ലതായിരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ വലിയ തവിയും അതും ഇതൊക്കെ എടുത്തിട്ട് ഇളക്കാൻ നോക്കിയാൽ നന്നായിരിക്കത്തില്ല. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി നല്ല എല്ലാം കൂടെ യോജിപ്പിച്ച് വൃത്തിയായിട്ട് ഒരു ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണേ. നമ്മളത് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. വെള്ളത്തിന് പകരം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക തന്നെയാണ് ചേർക്കുന്നത്. ചക്കയുടെ ആയതുകൊണ്ട് ചക്ക ചേർക്കും, മാങ്ങയാണെങ്കിൽ മാങ്ങ ചേർക്കും. നമ്മൾ മാങ്ങ ചേർത്ത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടേ.
ഈ ഇലയില് തേച്ച അവിടെ ഇരിക്കുന്ന രീതിയിലുള്ള രീതിയിൽ കുഴക്കണം അല്ലേ അമ്മ? അപ്പൊ ഇതിന്റെ ഒരു നനവിൽ തന്നെ കുഴച്ചെടുക്കണം അല്ലേ? പണ്ടേ അതായത് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഞാൻ അവിടെ ഈ അട ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കയുടെയാണോ എന്ന് ഓർക്കുന്നില്ല. അപ്പൊ ഇതേക്കും അപ്പൂന്റെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിൽ നിന്ന് പോയി ഈ അവിടുത്തെ ഇല ഇത് ഭയങ്കര വലുതാ. ഈ ഇല കൊണ്ടുവന്നിട്ടാണ് വെച്ചത്. എനിക്കൊന്ന് കറവ 2 സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ഇലയുള്ളതും ചെറിയ ഇലയുള്ളതും തോന്നുന്നു. ഇവിടെ വലിയ ഇലയുള്ളതുണ്ട്, പക്ഷെ അത് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുക. ഈ അങ്ങോട്ട് പോയി എടുക്കാനൊക്കെ ഭയങ്കര പേടിയാ. ഈ ഏരിയയിൽ ഇച്ചിരി പാമ്പൊക്കെ ഉണ്ട്. കണ്ട എന്ത് പരുവായെന്ന്? ഈ പരുവത്തിലായേ. ഈ പരുവായി സംഭവം. ഈ പരുവായേ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചക്കയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടാ. അപ്പച്ചമ്പില് കറുവപ്പട്ടയുടെ എല്ലാം നമുക്ക് ഇടാം. ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാവേ. അപ്പച്ചമ്പിലോട്ട് ഈ കറുവപ്പട്ടയിലെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. എന്നിട്ട് വേണം അട ഉണ്ടാക്കി ആവിയിൽ വേവിച്ച് എടുക്കാനായിട്ട്. ഒരില എടുത്ത് വെക്കുന്നു. നമ്മുടെ കുറച്ച് മാവ് എടുക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ പരത്തിയിട്ട് അട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. അതിങ്ങനെ പരത്തുക. ഇതൊക്കെ നമ്മുടെ നാടൻ ഫുഡുകളല്ലേ. ഇങ്ങനെ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാ നമ്മുടെ ശരീരത്തിന്. ഇതാകുമ്പോ ഇങ്ങനെ ഒന്നൊന്നിനോട് ഒട്ടാതെ, നമ്മുടെ കയ്യിൽ ഒട്ടാതെ ഇങ്ങനെയോ മടക്കാം കേട്ടോ. ഏതായിരിക്കും നല്ല? ഇതല്ലേ. ഇങ്ങനെ മടക്കി നമുക്ക് പെണ്ണാത്ത് വെക്കാം. ഈ കറുവയിലേ നമുക്ക് അട ഉണ്ടാക്കാൻ മാത്രം വലുപ്പത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പൊ നമുക്ക് സെയിം കറുവാട ഇല കൊണ്ടുണ്ടാക്കി അട തിന്നുന്ന അതേ ഒരു രുചിയും ഫീലൊക്കെ നമുക്ക് കിട്ടുവേ. ഇനിയിപ്പോ ഇതേപോലെ അപ്പച്ചമ്പിൽ അടയെല്ലാം നിരത്തി വെച്ച് 2 സൈഡും ആവി കയറ്റി നന്നായി വേവിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല അടയെല്ലാം നല്ല വെന്ത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട നമുക്ക് കിട്ടും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഓൾ എന്ന് എനേബിൾ ചെയ്യണം. താങ്ക് യു.